ഇനിയിപ്പോ ഇവക്ക് ഫോൺ കൊടുക്കേണ്ടി വരുമോ? എന്റെ പൊന്നൂസേ, ഫോൺ തരില്ല. ഫോണേ ചേച്ചിക്ക് ആവശ്യമുണ്ട്. മോളെ, ഇതാ ഫോൺ വിളിച്ചു കഴിഞ്ഞു. എന്നാ നിനക്കല്ലേ ഫോൺ വേണമെന്ന് പറഞ്ഞേ? കഴിഞ്ഞോ? എന്തൊക്കെയാ അമ്മയുടെ പൊന്നി പറയുന്നേ? എന്തൊക്കെയാ? എന്താടാ എന്തൊക്കെയാ പൊന്നി പറയുന്നേ? എന്തിനാ കരയുന്നേ? ഫോൺ തരാനോ? അതിനെന്താ, അമ്മ തരാലോ. അമ്മ, ഞാനല്ലേ എത്ര നേരം അമ്മയുടെ ചോദിച്ചേ? അവള് കൊച്ചുകുട്ടിയല്ലേ, എന്ന് വിട്ടുകൊടുത്തേക്ക്. എന്തൊക്കെയാ അമ്മയുടെ മോള് പറയാൻ നോക്കുന്നേ? അമ്മയുടെ മോക്ക് ഫോൺ. അമ്മയുടെ മോള് വാ, നമുക്ക് രണ്ടുപേർക്ക് പോയി ഫോൺ കാണാം. നടക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. എന്താ ഇനിയിപ്പോ ചെയ്യാ? ഇത് നടക്കുന്ന മട്ടമൊന്നും ഞാൻ കാണുന്നില്ല. കുടുങ്ങിയോ എന്റെ ദൈവമേ? ഇനിയിപ്പോ എന്തോന്നും ചെയ്യാനാ? ഇനിയിപ്പോ ഫോൺ കിട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യാ? കുടുങ്ങിയാലോ എന്റെ ദൈവമേ. ഉറങ്ങിയോ? അവളറിയാതെ എങ്ങനെയുള്ള ഫോൺ കൈക്കലാക്കണം. അറിഞ്ഞ വേണമെങ്കിൽ അവള് തരത്തില്ല. ഉണങ്ങില്ലേ, പേടിച്ചു പോയി മനുഷ്യൻ. കിട്ടി, ഇപ്പൊ തന്നെ മെസ്സേജ് ഇട്ടേക്കാം. ഞാൻ മോളെ വിട്ടു, പാറുവിനെ വിടുന്നുണ്ടോ? ഇത് മതി, വിട്ടേക്കാം. ഇനി ഫോൺ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം. എന്താ മെസ്സേജ്? ഓ, ഞാനും നോക്കിയിട്ടില്ല, ഞാൻ യൂട്യൂബ് കാണാം. എന്തേ, നിനക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടോ? എനിക്കെങ്ങനെ അറിയാം? ഒന്നുമില്ല. പിന്നെന്തേ? എന്താ മോളെ, ഒരു കള്ളത്തരം നടക്കുന്നുണ്ടല്ലോ. എന്ത് കള്ളത്തരം? അങ്ങനെ കള്ളത്തരം എനിക്കില്ല. കള്ളത്തരം ചെയ്യുന്നവർക്കാ ചിലവരെ കണ്ട കള്ളത്തരം ചെയ്യുന്ന പോലെ തോന്നാ. ചേച്ചി എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല. എന്നാ മതി, ഇത് ഞാൻ കണ്ടുപിടിക്കും. എന്തേ പോയി, ഒരു കള്ളത്തരം ഇല്ല. എന്താ ചേച്ചിക്ക്? അല്ല, നിനക്ക് ഫോൺ വേണോ? ചേച്ചിയുടെ എന്റെ അമ്മയ്ക്ക് കൊടുത്തേക്ക്, എനിക്ക് വേണ്ട. കാക്ക മഴന്ന് പറക്കണ്ടോ നോക്ക്. അതെന്തിനാ? നീ ആദ്യമായിട്ടാ ഫോൺ തരാന്ന് വേണ്ട വേണ്ട അമ്മയ്ക്ക് കൊടുത്തേക്കെന്ന് പറയുന്നേ. അത് ചേച്ചി, എനിക്ക് നല്ല തലവേദന, അതുകൊണ്ടാ. അമ്മയെ വേണമെന്ന് ഒരിക്കലും പറയില്ല. എന്താ ഇവിടെ ചേച്ചി എനിക്കും കൂടെ ഒരു സല്ലാപം? സല്ലാപോ? അല്ല, എപ്പോഴും പാറുക്കുട്ടി അടി ഉണ്ടാക്കാനല്ലേ ഇൻട്രസ്റ്റ് കാണിക്കരേ. ഇന്നെന്താ പറഞ്ഞൊരു മയം? എനിക്കെന്ത് മയം? ഓ, എനിക്കങ്ങനെ മയൊന്നുമില്ലേ. ഉണ്ട്. അതെ അമ്മേ, ഇന്ന് ഞാൻ ഫോൺ വേണം ചോദിച്ചപ്പോ പറയാ വേണ്ട, അമ്മയ്ക്ക് കൊടുത്തേക്കുന്നത്. അതെന്തിനാ പാറു? അമ്മേ, ഇപ്പൊ ഫോൺ വേണ്ടെന്ന് പറഞ്ഞാൽ കുറ്റം, മറ്റേ ഞാൻ ഫോൺ വേണമെന്ന് പറഞ്ഞാലേ കുറ്റം. എന്തുണ്ടല്ലോ എന്റെ തലയ്ക്ക് അല്ലേ? അമ്മേ, എന്തോ ഒരു കളക്കളിയുണ്ട്, അല്ലാണ്ട് ഇവളിങ്ങനെയൊന്നും. അമ്മേ, എനിക്ക് തലവേദന ആയോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ഫോൺ വേണ്ടെന്നൊന്നും പറയത്തില്ല. ഈ ചേച്ചി വെറുതെ ഒരു കള്ളക്കഥ ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ചേച്ചിക്ക് കുറ്റം. അമ്മേ, അത് പാറ പറഞ്ഞത് ശരിയാ, നിനക്കേ കുറച്ച് കൂടുന്നുണ്ട്. എന്തായാലും അമ്മേ, എന്നാ അമ്മയ്ക്ക് ഫോൺ വേണമെങ്കിൽ എടുത്തോ, എനിക്ക് വേണ്ട. താങ്ക് യു, ഇങ്ങനൊരു ഉപകാരം ചെയ്തതിന്. ആരാ മെസ്സേജ് ചെയ്തിരിക്കുന്നേ? മിന്നുമോളെ വിട്ടോ? മിന്നുമോളെ ടൂറിന് വിട്ടത്ര പാറോ? അല്ല, മിന്നുവിനെ വിട്ടെന്ന് പറയുമ്പോ പാത്തൂനെ വിടുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിടാം. വേണ്ടമ്മേ, മിന്നുവിനെ വിട്ടാൽ പാത്തൂനെ വിടൊന്നുമില്ല, എന്നെ വിടണ്ട. മിന്നുവിനെ വിട്ടാല് എന്തായാലും സൈനത്ത നമ്മുടെ പാത്തൂനെ വിടും. പിന്നെന്താ, നിനക്ക് പോയാ നീ പോയിക്കോ. മിന്നുവിനൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയുടെ കയ്യും കാലും പിടിച്ചിട്ടുണ്ടാവും അവള്, അല്ലാതെ വിടത്തൊന്നുമില്ല. എന്തായാലും ചേച്ചി അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും തന്നെ പിന്നോട്ട് നിൽക്കുന്നേ. എന്നെക്കാളും സ്ട്രിക്റ്റാ ചേച്ചി. അമ്മ, ഇതിലെന്തോ ഒരു കളക്കളിയുണ്ട്. ആന്റി എന്തായാലും മിന്നുവിനെ വിടത്തില്ല, എനിക്കത് ഉറപ്പല്ലേ. വിട്ടിട്ടുണ്ടാകും, മിന്നു കരഞ്ഞു കാണും, അതുകൊണ്ട് വിട്ടിട്ടുണ്ടാകും. ഓ അമ്മ, എവിടെ? ആന്റി അമ്മയെക്കാളും ഭയങ്കര സ്ട്രിക്റ്റാ. ആന്റി ഇവിടെ ഒരു സാധ്യതയില്ല, നീ ഒന്ന് പോയിക്കേ. അവർ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടേന്ന് വെക്കാം. അവള് വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവളെയും വിടണമല്ലോ, അല്ലെങ്കിൽ അവരൊക്കെ എന്താ വിചാരിക്കുക. എന്നാ ഞാൻ തിരിച്ചൊരു മെസ്സേജ് അയക്കാം, എന്നാ പാറുവിനെ വിടാന്ന്. ആ ചേച്ചി, എന്നാ ക്യാമ്പിന് പാറുവിനെ അങ്ങ് വിട്ടേക്കാം. ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പറയാം, നിങ്ങളെ രണ്ടുപേരും വിട്ടപ്പോ അവളെ വിട
പറ്റുമോ? പറഞ്ഞോളാം. താങ്ക് യു അമ്മേ. ഇത്ര സന്തോഷം എനിക്ക് ഇനി കിട്ടാനില്ല. ഇതിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എന്താന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്തോ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിപ്പുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആന്റി ഒരിക്കലും ക്യാമ്പിനൊന്നും മിന്നുനെ വിടാനേ സാധ്യതയില്ല. ഇതിപ്പോ എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയിപ്പോ ഏതായാലും പാത്തോനെ വിടും. ഇവര് 3 പേര് പോകുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത എന്റെ സ്കൂൾ ടൂറിന് എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കും. അമ്മേ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ടൂർ ഉണ്ട്. അതിനെന്നെ വിടാം. അയ്യടി മിന്നുനെ വിട്ടോണ്ടാ ഞാൻ പാറൂന് ഇപ്പൊ ക്യാമ്പിന് വിടുന്നേ. നിന്നെ ടൂറിനൊന്നും വിടുന്ന ഒരു പ്രശ്നവുമില്ല. 10ാം ക്ലാസ് കഴിയാതെ നിന്നെ ഞാനൊരു ടൂറിന് വിടത്തില്ല. അമ്മ 10ാം ക്ലാസ് കഴിയാനൊക്കെ ഇനി എത്ര കാലം ഇരിപ്പുന്നേ? അത്രയും കാലം നിങ്ങൾ ടൂറിന് വിടത്തില്ലേ? ഇല്ല, ടൂറിനൊന്നും വിടത്തില്ല. എത്ര കുട്ടികളെ ടൂറിന് പോയി നശിക്കുന്നേ? അമ്മ ക്യാമ്പിൽ പോകുമ്പോ എനിക്ക് പുതിയ ഡ്രസ്സും കൊടയും ബാഗൊക്കെ മേടിച്ചിരോ? അയ്യടി അതിന് സ്കൂൾ തുറക്കൊന്നുമല്ലല്ലോ. നീ ക്യാമ്പിന് പോവല്ലേ? വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സും കൊടയും മേടിച്ചരാം. ബാഗ് മേടിച്ചരാനൊന്നും പറ്റത്തില്ല. സ്കൂളിൽ പഠിത്ത പൂട്ടത്തില്ലേ? അത് കഴിഞ്ഞിട്ട് മതി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി 6ാം ക്ലാസ്സിലേക്ക് പോകുമ്പോ അമ്മ ഞങ്ങൾക്ക് കൊട ബാഗൊക്കെ മേടിച്ചരണം. അതൊക്കെ അപ്പോഴല്ലേ, അതൊക്കെ അപ്പൊ നോക്കാം. നീ ഇപ്പൊ ക്യാമ്പിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്ക്. അമ്മേനെ ക്യാമ്പിൽ വിടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ പോയി പഠിക്കാൻ നോക്ക്. നിങ്ങളുടെ കള്ളക്കളി ഞാൻ പൊക്കും.